ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെണ്ടയ്ക്ക എന്താ പറയുക റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം അത്യാവശ്യം വീട്ടുകാർ സഹായിച്ചു. ബാക്കി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ അത് ആഡ് ചെയ്തേക്കുന്നത് പച്ചമുളക്, എന്താ പറഞ്ഞത്, നമ്മുടെ സവാള, വെണ്ടയ്ക്ക, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ് എല്ലാം ഉണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നല്ല കിടിലൻ ഫ്രഷ് വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക മാത്രമല്ല, ആഡ് ചെയ്തേക്കുന്ന സകല വെജിറ്റബിളും നല്ല ഫ്രഷാണ് കേട്ടോ തമിഴ്നാട്ടിൽ കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് അവിടെ നിന്ന് വേഗട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ. ഹേ ഗൈസ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഡിണ്ടിഗലിലാണ്, ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ വ്ളോഗും കാര്യങ്ങളും എടുത്തില്ല. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ടെറസിനെ മണ്ടയ്ക്ക് തുണി വിരിക്കുന്നൊക്കെ വീഡിയോ. അത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, വേറെ ഒന്നും അല്ല. കാരണം ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പോടല്ല ഇവിടെ വന്നത്. കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല മച്ചന്മാരെ. ഇപ്പോൾ നമ്മൾ ഒരു പോക്കൂടെ പോയിട്ട് ഇവിടെ വരുന്നുണ്ട്. കുറച്ച് ഇവിടുത്തെ മാർക്കറ്റും പിന്നെ നമുക്ക് ഇവിടുന്ന് ഗുഡാക്കേവ് കാണാൻ വേണ്ടിയൊക്കെ പോകണം. പിന്നെ ഇവിടുന്ന് പളനിക്ക് പോകണം. അങ്ങനെ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം സമയം കിട്ടുമ്പോൾ ചുരുക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും നിങ്ങൾക്ക് നമ്മളെ കാണാനും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ കാണാനും വേണ്ടിയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ വലിയ കണ്ടന്റായിട്ടൊന്നും ആരും കാണില്ല മച്ചന്മാരെ. ഇപ്പോൾ ഈ കാണുന്നത് ചേച്ചിയുടെ ഒക്കെ കിച്ചണാണ് കേട്ടോ. ഡിണ്ടിഗൽ വീട്ടിൽ അവരുടെ കിച്ചണാണ്. ഗായ്സ്, ഞങ്ങൾക്ക് കഴിക്കാനുള്ള വേറെ കറി എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം മത്തങ്ങ കറി കേട്ടോ. മത്തങ്ങ നിങ്ങൾ നോക്കിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ മത്തങ്ങ കറി എന്ന് പറയുന്നത്. മത്തങ്ങ കറിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതിനകത്ത് ഈ ഒരു വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് വറ്റൽമുളക് വരുമ്പോഴാണോ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ കൂട്ട് മത്തങ്ങ കറിയും കൂടെ ഉണ്ടാകുന്നത് സ്പെഷ്യൽ. അപ്പോൾ ഇതും കൂട്ടി ഒരു പിടി പിടിക്കണം ഗായ്സ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതാ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നു. അടുത്ത ഒരു നമ്മുടെ സ്പെഷ്യൽ കാണിക്കുന്നത് മുട്ട പൊരിച്ചത്. ഇവിടുത്തെ തമിഴ്നാട് കോഴിയുടെ, തമിഴ് കോഴിയുടെ മുട്ട അല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ എന്താണ്ട്, അതെ, തമിഴ് പറഞ്ഞ കോഴി. അപ്പോൾ എന്താണ്ട് അളിയനും ചേച്ചിയൊക്കെ റെസ്റ്റ് എടുക്കുവാണ്. അവരിപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ, ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്ന് അവർ റെസ്റ്റ് എടുക്കുവാണ്. ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ചൂട് ഒത്തിരി ഇല്ല അല്ലേ കുട്ടി, ഒത്തിരി ചൂടില്ല. തണുപ്പും ചൂടും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. നല്ലൊരു കാലാവസ്ഥയല്ലേ. കൊള്ളാം. മെഴുക്കോട്ടി ആകാറായില്ലേടി, എന്തില്ലേ എവിടെ എപ്പോഴാണ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നേ? 5:05 ട്രെയിൻ ഉണ്ടല്ലേ, പോകാൻ തോന്നുന്നില്ലല്ലേ? അങ്ങനെ പറഞ്ഞ കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ ചെല്ലേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേവുട്ടിക്ക് വേറെ അവിടെ പേഴ്സണൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ജോലി, എനിക്ക് ഓട്ടം പോകണമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ഓട്ടമൊക്കെ പോയാൽ അടുത്ത വീഡിയോസൊക്കെ എടുക്കാൻ പൈസ റെഡി ആകത്തുള്ളൂ അല്ലേ. നമുക്ക് ഈ വീഡിയോസൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ ഫണ്ട് വേണമല്ലോ, ചുമ്മാ പോകാൻ പറ്റത്തില്ല. ഈ ട്രാവലിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തട്ടിക്കുട്ടി പോകാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിയിൽ എന്താ പറയുക, ബഡ്ജറ്റ് കറക്റ്റ് അയക്കണം. അപ്പം എനിക്ക് എൻ്റെ കുറച്ച് പേഴ്സണൽ വിഷയം കൊണ്ടാണ് ഞാൻ ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊക്കെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരുമാനം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വാക്ക് തരുവാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക്, ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളതും പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും. അപ്പം ഈ യൂട്യൂബിൽ നിന്നും എനിക്കൊരു വരുമാനം തുടക്കമാണെങ്കിൽ എനിക്ക് അത് എന്താ പറയുക ക്രമീകരിച്ച് വീണ്ടും മുമ്പോട്ട് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം മച്ചാന്മാരെ. പലരും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ മതി, അത്ര ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ദേവട്ടി ഏത് പടം വഴി കാണുന്നത്? വിക്രമാദിത്യൻ കാണാം. വിക്രമാദിത്യൻ കണ്ടു മടുത്ത പടമൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്നുണ്ട്. ഒരു ഇൻസ്പിറേഷൻ എന്താ പടം അല്ലേ, പഠിക്കാനൊക്കെ തോന്നുന്നല്ലേ. അതെ, ഞാനൊന്നും ഇനി അത് വിചാരിച്ചിട്ട് കാര്യമില്ല മച്ചാന്മാരെ. എല്ലാം കൈവിട്ട് പോയി, പഠിത്തു പോയി കൈവിട്ട് പോയി. നമ്മുടെ കൊള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ആരും ഈ എന്താ പറയുന്നത്, അപ്പോൾ നമുക്കൊരു തോൽവി ഉണ്ടായെന്ന് പറഞ്ഞാൽ ആരും എന്താ പറഞ്ഞാൽ അതിന് പിന്നെയും ശ്രമിക്കാതിരിക്കൊന്നും വേണ്ട, ശ്രമിക്കണം. എന്തായാലും വിജയം കാണും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിന് വേണ്ടി നല്ല രീതിയിൽ മെനക്കെടുന്നുണ്ട്. ഒരു നാൾ വൺ ഡേ അച്ചീവ്മെൻറ്റ് എനിക്ക് ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ടാകണം. ഓക്കെ.